എന്നോടൊപ്പം ശ്രീമതി നൂർജഹാൻ ചേരുന്നത് കല്ലമ്പലത്ത് നിന്നാണ്. ഈ കല്ലമ്പലം എന്ന സ്ഥലം പല ഇടങ്ങളിലുണ്ട്. ഇത് ഏത് ജില്ലയിലാണ് ശ്രീ നൂർജഹാൻ? തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്തെ കല്ലമ്പലമാണ്. ഓക്കെ. സാർ അതെ, നമ്മൾ പിന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് സതീശൻ സാറിനെ മുഖ്യമന്ത്രിയാക്കാനാണ്. ഇതിപ്പോ എന്താണ് പറയണതെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളാണോ ശ്രീ നൂർജഹാൻ? അതെ. പക്ഷെ ഇപ്പൊ സതീശൻ ആകില്ലെന്ന് ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട് സാറേ, ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ കൂടുതൽ MLA മാർ ആരുടെ പേര് പറയുന്നു അവരെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതല്ലേ രീതി? ജനങ്ങള് നമ്മൾ MLA ആരോ ആയിക്കോട്ടെ സാറേ, ജനങ്ങള് സതീശൻ സാറിന് മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയല്ലേ ഈ വോട്ടൊക്കെ ചെയ്തത്. പക്ഷെ ജയിപ്പിച്ചത് MLA മാരാണ്. അവർ കൂടുതൽ VD-യുടെ പേര് പറഞ്ഞില്ലെന്നാണ് ഇപ്പൊ നമ്മളെ വോട്ട് മേടിച്ചിട്ട് MLA-മാര് കാലുമാറാനെന്നാ നമ്മളെന്തൊരു ചെയ്യും? അപ്പൊ ശ്രീമതി നൂർജഹാന്റെ MLA ആരാണ്? നമ്മളെ MLA ജയിച്ചില്ല, കഹാർ സാറായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നാലും ഒരുപാടങ്ങ് കൂടുതൽ വോട്ട് കിട്ടിയില്ലല്ലോ. ശരി, പോട്ടെ. അപ്പൊ ഏതായാലും ഇതൊരു പ്രതിഷേധമായി നമുക്കിവിടെ രേഖപ്പെടുത്താം. ഏതായാലും ശ്രീമതി നൂർജഹാനെ പോലെ നിറയെ പേരുടെ പ്രതിഷേധം ഇവിടെ വരട്ടെ. ഇതൊക്കെ നേതൃത്വം കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് കേട്ടോ. ശരി, താങ്ക് യു. അപ്പം എന്നോടൊപ്പം മൊയ്തീൻ കുഞ്ഞ് കായംകുളത്തും ചേർന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് കുറെ ആയല്ലോ വിളിച്ചിട്ട് അല്ലേ? ശ്രീ മൊയ്തീൻ കുഞ്ഞ്, അതെ അതെ, നമസ്കാരമുണ്ടേ. എന്ത് പറ്റി ഇത്രയും വല്ല ഇത് പറ്റിയോ? ഇല്ല. പിന്നെ ഞാൻ ജനുവരി മാസം 8-ാം തീയതി പൊതുവേദിയില് മനുവായിരുന്നു അവതാരകന്. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇലക്ഷനെ ഒന്നും ആയിട്ടില്ല ആ സമയത്ത്. പറഞ്ഞു ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. ജനുവരി 8-ന്റെ ഡേറ്റ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങ് പറയുന്നതല്ലേ ഞാൻ ഓർത്തു വെക്കുന്നുണ്ട്. ജനുവരി 8-ാം തീയതിയാണ്. അത് അറിയണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കുന്നുണ്ട്, അറിയാം. റെക്കോർഡൊന്നും ചെയ്യേണ്ടത് എനിക്ക് അങ്ങ് പറയുന്നതല്ല എന്റെ ഇതിലുള്ള. നിങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പറഞ്ഞതിനകത്ത് ഒരു വ്യത്യാസമേ വന്നുള്ളൂ. ഞാൻ പറഞ്ഞു 76 സീറ്റ് പിടിച്ച് UDF അധികാരത്തിൽ വരുമെന്നും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ 76 അല്ല, 100 വന്നത് അല്ലേ? വന്നത് 102 വന്നു. 76 സീറ്റ് പിടിച്ച് UDF അധികാരത്തിൽ വരുമെന്നും 3 സീറ്റ് BJP പിടിക്കുമെന്നും അന്ന് ഞാൻ പറഞ്ഞതാ. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോഴെന്ന് പറയുമ്പോ യഥാർത്ഥത്തില് സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് VD സതീശനാണ്, അല്ല രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു മേളയിൽ നിന്ന് ഒരാളെ ഇറങ്ങി വരുമെന്ന് മുഖ്യമന്ത്രിയാകാന്. ശരി, അപ്പൊ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ പിള്ള എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു. മനു മര്യാദയുള്ള ആളായിരുന്നു, ഇപ്പോൾ മാറി ഇലക്ഷൻ വല്ല ഷോക്ക് അടിച്ചതാണോന്നല്ല. ഇത് നമുക്കൊരു പരിപാടി എന്ന് പറയും. എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടതാണ്. ഇത് എനിക്ക് മാത്രം സംസാരിക്കാനുള്ള ഇടം എന്നൊരു പ്രേക്ഷകനും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും വരുന്നത് സന്തോഷമാണ്. മറ്റാളുകൾ കൂടി സംസാരിക്കുമ്പോഴാണ് ഇതൊരു പൊതു ഇടമായി മാറുന്നത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയാൻ ഇത് നമ്മൾ ഒരു KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ പോലും പോകുന്നൊരു സംവിധാനമല്ല. അപ്പോൾ ഇത് എല്ലാവർക്കും പറയാനുള്ളതാണ്. ഈ പൊതുവേദിയിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള ആൾ ശ്രീ ശശിധരൻ പിള്ളയാണ്. എന്നിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, എൻ്റെ ഫോൺ എടുക്കുന്നില്ല, എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല. കുറേയൊക്കെ നമ്മളൊരു പ്രായമാകുമ്പോൾ മറ്റാളുകൾ കൂടി അവസരം കൊടുത്തൊരു സംയമനം പാലിക്കണം. ശശിധരൻ പിള്ള എന്നും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ കാണാതിരിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും സങ്കടം. പക്ഷെ വന്നു കഴിഞ്ഞാൽ കാര്യത്തിലേക്ക് വേഗം കടന്ന് നമ്മൾ കാര്യം പറയുക എന്നുള്ളതാണ്. അപ്പോൾ മനുവിൻ്റെ മര്യാദയ്ക്കൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ശശിധരൻ പിള്ളയാണ് കുറേ കൂടി സംയമനം പാലിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് പല ആളുകളില്ലേ, ഇപ്പോൾ ഈ ഒരു വനിത അവിടുന്ന് കല്ലമ്പലത്ത് നിന്ന് വിളിക്കുന്നു. അവരെത്ര നേരമായി വെയിറ്റ് ചെയ്തിട്ടാണ് വിളിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവരിതുവരെ ആദ്യമായി വിളിക്കുകയാണ്. ഇപ്പോൾ പലതവണ ശ്രമിച്ചിട്ടുണ്ടാകും. 1 വർഷത്തോളം ശ്രമിച്ചിട്ട് കിട്ടാത്ത ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ അവസരം കിട്ടിയ ശശിധരൻ പിള്ള വയലാറുകാരൻ ഇങ്ങനെ പറഞ്ഞാൽ വയലാറിലെ ആളുകൾ എന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, സംസാരിക്കാനത് മുഴുവൻ പറയാൻ ഇന്ന് സമയം കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. അടുത്ത ദിവസം വിളിക്കാവുന്ന AK കൃഷ്ണൻകുട്ടി. ഓക്കെ, ശരി. അപർണ പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ സതീശൻ മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡിൻ്റെ നിലപാട് അടുത്ത് ആയിരിക്കും. കോൺഗ്രസ് MLA-മാർ സതീശനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നു. VD സതീശൻ എൻ്റെ മീശ പോയില്ല എന്ന് പറയുന്ന മീശ വടിക്കുന്നു. ഞാനിവിടെ എഴുതി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മീശയുടെ കാര്യം നമ്മുടെ തുക്കു വി കെ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നായിരുന്നു. അപ്പോൾ മീശയുടെ കാര്യം തുക്കു വി കെ എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തമാശ പറഞ്ഞില്ല, ഞാൻ ഇത് തുക്കുവിനെ കാണാനിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. അപ്പോൾ മീശ പോയില്ല, മീശ
വടിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വലിയ മീശക്കാരനാണ് നമ്മുടെ തുക്കു എന്നാണ് എനിക്ക് തുക്കെന്ന് തോന്നുന്നത്. ചെറിയ മീശ ആയിരിക്കാൻ വഴിയില്ല. അലീന ജോസഫ് എന്നോടൊപ്പം ചെയ്തു, UDF വോട്ട് ചെയ്തു. VD സതീശിന് വേണ്ടിയാണ് VD മുഖ്യമന്ത്രിയാക്കണം എന്ന ഇതിങ്ങനെ ആവശ്യം നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ ആളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ലോക്സഭ ഇലക്ഷൻ വേണു വിൽ ബിക്കം സെൻട്രൽ ഹോം മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ജയകുമാറുണ്ട്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീമതി സഫീന സുൽഫി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിണറായി സഖാവിൻ്റെ പ്രതികരണത്തിൽ സന്തോഷിക്കുന്നു, ഇനിയെങ്കിലും ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കണം എന്നാണ് ഇടതുപക്ഷ താല്പര്യയായ ശ്രീമതി സബീനയുടെ കൂടി പ്രതികരണം. ബഷീർ MOK പറയുന്നു സതീശന് അഭിവാദ്യങ്ങൾ. അതുപോലെ നന്ദകുമാർ പറയുന്നു രമേശ് ചെന്നിത്തല ഒരു നല്ല കഴിവുള്ള നേതാവല്ലേ, സീനിയറാണ്, അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണം, സതീശന് ഇനിയും ചാൻസ് ഉണ്ടല്ലോ എന്ന് നന്ദകുമാർ P പറയുന്നു. പ്രസാദ് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല, LDF സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ വിജയമെന്ന് പറയുന്നു. സ്വർണ്ണലത നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജനനായകൻ VD സതീശൻ, KC വേണുഗോപാൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കണമെന്ന വസ്തുതയില്ലേ, അസാധ്യം, എത്ര വലിയവനായാലും ജനം തീരുമാനിക്കും എന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് എന്ന് പറയുന്നു. ഇത് പൊതുവേദി അല്ലെന്ന് ശശിധരൻ പിള്ളയെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുകയാണ് കേട്ടോ. പതിവ് വിപരീതമായി 2 കോളുകൾ, ബാക്കി വരെ വാർത്തകളും പതിവില്ലാതെ മുഴുവൻ കമൻറ്റുകളും വായിക്കുന്നു. അരമണിക്കൂർ ശേഷം കിട്ടിയ കോളിന് സംസാരിക്കാൻ സമ്മതിക്കാതെ കട്ട് ചെയ്തു. അരമണിക്കൂർ ശേഷം കിട്ടിയ കോൾ സംസാരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങ് പിന്നെ ഇത് കഥ പറഞ്ഞു പോകണം. കാരണം ഈ ഇത്രയും ആളുകൾ, 500-ലധികം ആളുകൾ എനിക്ക് കമൻ്റ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അയക്കുന്ന അവരുടെ കമൻറ്റ് ആളുകൾ വായിക്കും എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. പൊതുവേദി എന്ന ടെലിഫോണിലൂടെ മാത്രം പ്രതികരിക്കുന്നതല്ല, നമ്മുടെ യൂട്യൂബിൽ കൂടി പ്രതികരിക്കുന്ന ആളുകളുടെ പ്രതികരണം അവർ വിളിച്ചിട്ട് കിട്ടാത്തതാണ്. അപ്പോൾ നിരന്തരം വിളിക്കുന്ന ആളുകൾ, കുറച്ച് ആളുകൾക്ക് മറ്റാളുകൾക്ക് അവസരം കൊടുക്കണം എന്ന ശക്തമായ അഭിപ്രായം ആണ് എനിക്കുള്ളത്. ശശിധരൻ പിള്ള എത്ര വേദനിച്ചാലും അങ്ങ് എനിക്ക് അങ്ങയോട് ഇത് പറയാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങ് എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്. നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. ഞാനേ മിസ്റ്റർ മനു ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് 17 രൂപ ഇന്ത്യൻ മണിയാവും. ഞാൻ എനിക്ക് തന്നെ 20 മിനിറ്റ് വരെ കാത്തു വന്നിട്ടുണ്ട്. എനിക്ക് പരാതിയൊന്നുമില്ല. സൗകര്യമുള്ളവർ വിളിക്കുക പോവുക. പിന്നെ ഈ ആങ്കറിന്റെ പുറത്തൊക്കെ ഇനി കുറ്റം പറയേണ്ട കാര്യം എന്തുവാ? അല്ലെങ്കിലും പറയാൻ വരുന്ന വിഷയമല്ലല്ലോ നിങ്ങൾ പറയണം. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമില്ലേ പറയണം? പാട്ട് പാടുന്നു, കഥ അടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. സോ യു ജസ്റ്റ് കം ടു ദ പോയിന്റ്. അപ്പൊ എന്റെ ഒരു കാര്യം തന്നെ മിസ്റ്റർ മനു, ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പോലുള്ളവർ പോലും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പിണറായിയുടെ ദുർഭരണം, പിണറായി എന്ന അന്തകന്റെ ഭരണം ഈ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പോലും ഇവിടെ ഇരുന്നുകൊണ്ട് BJP വരത്തില്ല എനിക്കറിയാം, പക്ഷേ ഇൻഡയറക്ട്ലി കോൺഗ്രസ് എങ്കിലും ഭരണത്തിൽ വന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ പോലും ഉറക്കം എണീറ്റിരുന്ന് ഇവിടെ നിന്ന് വിളിച്ചിട്ടുള്ളത് മിസ്റ്റർ മനു. എത്രയോ ദിവസം എന്നാൽ കഴിയുന്ന രീതിയിൽ എന്റെ അറിവ് വെച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു. നോക്കൂ, ഈ എല്ലാവരും പൊതുവെ ലോകത്തിരിക്കുന്ന പല മലയാളികളും കേൾക്കുന്നവർക്കറിയാം, VD സതീശൻ എന്ന ഒരു ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി, പേഴ്സണലൈസ്ഡ് ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി, ഇതുവരെ സംശുദ്ധ ജീവിത രാഷ്ട്രീയം ജീവിച്ചു തീർക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു കുടുംബത്തിലുള്ള നല്ല കുടുംബമായി ജീവിക്കുന്ന ഒരാൾ, നല്ലൊരു പിതാവ്, ദീർഘവീക്ഷണമുള്ള ഒരാള്, നാളെ കേരളത്തിൽ ഇത്രയോ ഉണ്ടാവും എന്ന് കണക്കുകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് ജീവിച്ച് തന്റെ ജീവിതം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, ആദർശനായ ഒരു വ്യക്തിയാണ് VD സതീശൻ. അദ്ദേഹം തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വോട്ട് ചെയ്തത്. എന്റെ അമ്മ പോലും വോട്ട് ചെയ്തു. ഞാൻ പറയും ഉറപ്പാണ്, കോൺഗ്രസിന് BJPക്ക് ചെയ്യുന്ന എന്റെ അമ്മ പോലും നാട്ടിൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്ത് ഇത്തവണ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വരണം, ഈ വൃത്തിയുടെ ഭരണം പോകാൻ വേണ്ടി സതീശന് മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോ എവിടെന്നോ കെട്ടിയെടുത്തിറങ്ങിയ ഓരോ ആൾക്കാർ രാഹുൽ ഗാന്ധിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് ഇല്ലാതായത്. വേണുഗോപാൽ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല. താങ്കൾക്കറിയാമോ ഈ രമേശ് ചെന്നിത്തല ഈ പിണറായിയുടെ B ടീമാണ്. അദ്ദേഹം എന്തെല്ലാം സഹായം ഈ പിണറായി ചെയ്തു കൊടുത്തെന്നറിയോ? തന്റെ മക്കളുടെ കല്യാണത്തിന് കാല് തൊട്ട് വന്നിച്ച് കല്യാണ മണ്ഡപത്തിൽ കയറ്റിയ മുഖ്യ അതിഥിയായിരുന്നു ഈ പിണറായി വിജയൻ. ഈ യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തല എന്തെങ്കിലും ഒരു കാരണവശാൽ മുഖ്യമന്ത്രിയായി വരുമെങ്കിൽ പിണറായി ചെയ്ത സകല അഴിമതി അയാൾ മൂടി വെക്കും, അറിയോ? അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം വരാൻ പാടില്ല. അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ശ്രീ സതീശനാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാണ് പ്രദീപിനെ പോലുള്ളവർ 1 മിനിറ്റിന് 17 രൂപ കൊടുത്ത് കോൾ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് ഔട്ട് ഗോയിങ് കോൾ പല മൊബൈലിലും ഇപ്പോൾ സൗജന്യമാണ്, അൺലിമിറ്റഡ് ഔട്ട് ഗോയിങ് കോളാണ്. അപ്പോൾ ആളുകൾ അൺലിമിറ്റഡ് ഔട്ട് ഗോയിങ് കോൾ ഉള്ളവർ ഇതൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേ മുരളി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ശ്രീതേ മുരളിയൊക്കെ സന്തോഷത്തിലാണ്, ആ ചിരിയിൽ കേൾക്കാം അല്ലേ? സാറേ, പിന്നെ ഒരു നിർദ്ദേശം പറയാനുള്ളത്, സാറ് ഈ സൈക്കിൾ ചവിട്ടുന്ന ആ കാർട്ടൂൺ ചിത്രം അങ്ങ് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഒരു കാറിൽ പോകാനോ ഒരു ബെൻസിൽ പോകാനോ ഒരു ജെറ്റിൽ പോകാനോ ആണ് ആഗ്രഹിക്കുന്നത്.
പക്ഷെ അല്ല, നമ്മുടെ ഇവിടെ കാർട്ടൂൺ ഇരിക്കുന്ന ഈ ചിത്രങ്ങൾ ഗ്രാഫിക് മാറ്റിയിട്ട് ഡിസൈനർമാർക്ക് ഒറിജിനൽ മനസ്സിലാകുന്നില്ല. ഒരു പടത്തിനകത്ത് സാർ മൈക്കിനകത്തൂടെ സംസാരിക്കുന്നതാണെങ്കിൽ ഈ പൊതുവേദിയുടെ ഗൗരവ സ്വഭാവം കാണും. ഇതൊരു ഗൗരവ സ്വഭാവം കാണുന്നില്ല. അതാണ് അത് ഞാനും ഇവിടെ ആ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ പറയുന്നത് ഇതാവുമ്പോൾ ജനകീയമാവും എന്നാ പറയുന്നത്. പിന്നെ എന്റെ പേരെഴുതി കാണിക്കുന്ന യായേ ഉള്ള പൂജ്യമില്ല, ഇടയം വേണം, ഇടയം. തിരുത്തി ഞാൻ അപ്പൊ തന്നെ തിരുത്തിച്ചു. ഇടയം എന്നാണ്. അപ്പൊ അങ്ങയുടെ രാഷ്ട്രീയ പ്രവചനമൊക്കെ വിജയിച്ചു അല്ലേ? കറക്റ്റായിട്ട് സാർ ഒന്ന് ചോദിച്ചല്ലോ 100 സീറ്റ് പിടിക്കുമെന്ന്. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു 100 അല്ല 100-ന് പുറത്ത് സീറ്റ് പിടിക്കും. ശബരിമല പ്രശ്നം മാത്രം മതി 100 സീറ്റ് പിടിക്കാൻ. 100-ന് പുറത്ത് കിട്ടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സതീശൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞതാ നമ്മളെ പൊതുവേദിയിൽ. അതെ കൃത്യമാണ്. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയം ഒന്ന് കുറവായതുകൊണ്ടാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇടയം മുരളി നമ്മുടെ നാഷണൽ ജനതാദൾ നേതാവ് കൂടിയാണ്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ എന്നോട് പിന്നെ അലീന ജോസഫും ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം അലീന ജോസഫ് കുറേ നേരം വിളിച്ചിട്ട് കിട്ടിയില്ല, കിട്ടാത്തത് കൊണ്ടാണ് എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് എന്ന് അലീന പറയുന്നു. അലീന ഒപ്പം തന്നെ പ്രദീപ് പറഞ്ഞത് 100% കറക്റ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ അലീന ജോസഫിനും എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങളൊക്കെ പൊതുവേദിയുടെ ഇത്രയും ത്യാഗം സഹിച്ചാണ് ഇതിനൊപ്പം നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരുടെയും ത്യാഗം ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ആരെയും കുറച്ച് കാണുന്നില്ല. അപ്പോൾ അഭിജിത്ത് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. മനുചേട്ടൻ സുഖമാണെന്ന് കരുതുന്നു. വിഡിയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അഭിജിത്തിനെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം അഭിജിത്ത് എനിക്ക് നല്ല ഹൃദയങ്ങൾ അയച്ചു തരും, ചുവന്ന ഹൃദയങ്ങൾ. ചില സമയത്ത് ഇപ്പോൾ സ്മൈലിയാണ് ഇന്ന് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മുരളി പെരിയ എന്നോട് പറയുന്നു മാക്സിമം കട്ടു ഇനി വാ സഖാക്കളെ വീട്ടിൽ പോയിട്ട് എന്നൊക്കെ മുരളി സഖാക്കളെയൊക്കെ ചീത്ത പറയുകയാണ്. അപ്പോൾ അഴകം ഇത്രയും വലിയ പേരാണ് കേട്ടോ, എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. അഴകമാ ജയൻ എന്താണ് പറയുന്നത്? വി ഡി സതീഷിൻ്റെ ആളാണ്. ഫത്തേയ് മഹസ് എന്നോട് പറയുന്നത് വി ഡി സതീഷിൻ്റെ ആളാണ്. അപ്പം ഞാൻ തുക്കുവിനോട് ചോദിച്ചിരുന്നു, എന്നോട് നേരത്തെ പറഞ്ഞു മീശ വടിക്കും ഞാനെന്ന്. തോറ്റ കഴിഞ്ഞാൽ UDF തോറ്റല്ല. അപ്പോൾ മീശ വലുതാണെന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ വലിയ മീശയല്ലേ, ചെറിയ മീശയാണ്, അതുകൊണ്ടാവും അടിക്കാമെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അടിച്ചാലും ആരോ അറിയില്ലല്ലോ. അപ്പോൾ തുക്കു അതൊന്നും ഒരു ശരിയായ രീതിയല്ല. മീശ വലുതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് ബെറ്റിന് സമ്മതിച്ചത്. ഓക്കെ, പോട്ടെ, സാരമില്ല, വടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജോസഫ് മൈസൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ജോസഫ്, ഇന്ന് വലിയൊരു തിരക്കുള്ള ദിവസമാണ്. ശ്രീ ജോസഫ് നമ്മുടെ സ്ഥിരം ആളാണ്. പക്ഷേ ഇന്ന് കുറച്ചെറിങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം അതിക്രമിക്കുന്നുണ്ടോ? ഞാൻ കമ്മിങ് ടു ദ പോയിന്റിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ MLA-മാരെ കളിയാക്കുന്ന ഒരു നടപടിയാണ് ഈ കേന്ദ്ര ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എലക്ട് ചെയ്ത MLA-മാർക്കെല്ലാം കഴിവുള്ളവരാണ്. അതിൽ നിന്നൊരു നേതാവിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതിന് പകരം KCയെ കൊണ്ടുവരേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ KC ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരാളാണ് എല്ലാ സ്റ്റേറ്റിലും നടന്നത്. അതിന് പകരം ഇവിടെ ഒന്ന് പ്രശ്നം ക്രിയേറ്റ് ചെയ്യണം അദ്ദേഹം ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ കമൽനാഥിനെ മധ്യപ്രദേശിൽ എലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അവിടുത്തെ MLA-ക്ക് പകരം കമൽനാഥിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. ആ സ്റ്റേറ്റേ കയ്യിൽ നിന്ന് പോയി. അതുപോലെ ഇവിടെയും കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധി ഒരൊറ്റ സെന്റൻസ് പറഞ്ഞാൽ KC വേണുഗോപാലെ നിങ്ങൾ മാറി നിൽക്കുക, അവിടെ എലക്ട് ചെയ്ത ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതിനകത്ത് കൊണ്ട് ഈ വെള്ളം ഉണ്ടാക്കണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തീരാനുള്ള പ്രശ്നം എവിടെ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ജോസഫ് എന്നോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. അദ്ദേഹം വളരെ ഷാർപ്പായി കുറച്ച് സമയത്തിനകം പറഞ്ഞ് എനിക്ക് പലയിടത്തു നിന്നും വി ഡി സതീശൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ പ്രവീണ നമുക്കുണ്ടെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. എറണാകുളത്ത് വി ഡി സതീശനെ അനുകൂലിച്ച് പ്രകടനം നടക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന വിവരം. ഗോപിനാഥൻ നായർ അരൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ഗോപിനാഥൻ നായർ, സമയം കഴിയാറായി, ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച UDF-ല് 102 MLA-മാരുണ്ട്. അവരിൽ ആരും തന്നെ ക്വാളിഫൈഡ് അല്ലേ ഒരു ചീഫ് മിനിസ്റ്റർ ആകാൻ? അവർ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം. അത് ഓക്കെ, നോട്ടഡ്. അപ്പോൾ എന്നോടൊപ്പം റെജി ആലപ്പുഴയിൽ നിന്ന് ചെയ്യുന്നു. അപ്പോൾ റെജി അന്ന് പറഞ്ഞ കണക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റെജി UDF 90 മുതൽ 100 സീറ്റ് വരെ നേടും എന്ന് എന്നോട് പറഞ്ഞു അല്ലേ? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കളത്തരം പറയല്ല. അപ്പോൾ 90 മുതൽ 100 സീറ്റ് വരെ നേടും എന്ന് എന്നോട് പറഞ്ഞിട്ട് റെജി പറഞ്ഞു അത് ശരിയായി. റെജി പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു, BJP 0 സീറ്റാണെന്ന്. അവിടെ തെറ്റി. അപ്പോൾ പകുതി ശരിയായി, കുറച്ച് തെറ്റി. അതുപോട്ടെ, കുഴപ്പമില്ല. BJP-ക്ക് 0 സീറ്റ് കിട്ടുമല്ലോ എന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് അവർക്ക് 3 സീറ്റ് കിട്ടിയത്? 3 സീറ്റ് അത് ഞാൻ പറയുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് അത് ഒരിക്കലും CPM-ന്റെ 2 പ്രഗത്ഭരെ തോപ്പിച്ചൊരു സീറ്റ് ഉറപ്പിക്കുന്ന ഒരു ധാരണ എനിക്കില്ലായിരുന്നു. അതാ സത്യം. പിന്നെ കൊല്ലം നമ്മുടെ ബൗണ്ടറി വന്നിട്ടില്ലായിരുന്നു.
കൊല്ലം ചാത്തന്നൂർ ആരും കണ്ടില്ല. കറുത്ത കുതിരയെ അവിടെ BB ഗോപകുമാർ വരുമെന്ന് പലരും ശ്രദ്ധിച്ചില്ല അല്ലേ? അതെ അതെ അതെ, കൊല്ലമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ഉറപ്പുള്ളത്, അതുകൊണ്ട് നമ്മൾ അവിടെയായിട്ട് ആ ഫീൽഡ് നമ്മൾ എടുത്തേയില്ല. ഒരു ഏതായാലും അങ്ങയുടെ ഇപ്പൊ 100 കാര്യം അങ്ങ് പറഞ്ഞത് ശരിയായി, 3 കാര്യമേ തെറ്റിയുള്ളൂ. അപ്പൊ 100 അടുത്ത് 90 മുതൽ 100 വരെ എന്ന് പറയാം. 100 എണ്ണവും ശരിയായി, 3 എണ്ണം തെറ്റി, പോട്ടെ, കുഴപ്പമില്ല. അങ്ങേക്ക് ഫുൾ ഡിസ്റ്റിങ്ഷൻ ആണ് ഞാൻ നൽകുന്നത്. ഡിസ്റ്റിങ്ഷനോടെ അങ്ങ് പ്രവചനം പാലിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നതുകൊണ്ടാണ് സന്തോഷ് കാസർഗോഡ് നിന്ന്. സന്തോഷം, ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ വോട്ട് ചെയ്തത് VD സതീശന്റെ നിലപാടിനാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടത്. ഞങ്ങൾ ഇല്ലെങ്കിൽ ഒരു 10-35 ആള് അടുത്ത പ്രാവശ്യം എന്നല്ല, ഒരു പ്രാവശ്യം ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനമുണ്ട്. 10-35 ആളുകൾ മുകളിലുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ 12 ഒരു ഡസനോളം മന്ത്രിമാർ തോക്കുമെന്ന് 15 മന്ത്രിമാരെ തോറ്റത്. 15 മന്ത്രിമാർ. സാറ് കണക്ക് 15 മന്ത്രിമാരല്ലേ? മന്ത്രിമാരെല്ലാം തോറ്റു. 15 മന്ത്രിമാരല്ലേ തോറ്റത്? 14 സാറാ ഇവര് മറ്റേ നമ്മളെ തിരുവനന്തപുരം സെൻട്രലിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. 2.5 വർഷം ഭരിച്ചല്ലേ? ആ മണ്ഡലം പോയില്ലേ? INL മന്ത്രി ഉണ്ടായിരുന്നു, ആ മണ്ഡലം പോയില്ലേ? ഇതാരും കണക്കൂട്ടുന്നില്ല. മനസ്സിലായി? അത് മന്ത്രിമണ്ഡലാണ്, 2.5 വർഷം ഭരിച്ച മണ്ഡലമാണ്. അപ്പൊ അവിടെയും അടി കിട്ടി. അപ്പൊ സതീശൻ പറഞ്ഞതിന് മുകളിലാണ് 15 മന്ത്രിമാരെ മണ്ഡലം വോട്ട് ചെയ്ത്. 2.5 വർഷം ഭരിച്ചാൽ മന്ത്രിമണ്ഡലം തന്നെയാണ്. അപ്പൊ 15 മണ്ഡലങ്ങളും കൂടെ പൊട്ടിച്ച് സതീശന്റെ നിലപാടിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അല്ലാതെ KCക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരല്ല. അങ്ങനെ അത്രക്ക് തണ്ടയും തടിയുള്ള KC ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കണമായിരുന്നു. MP മാർ മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ള MP മാർക്ക് വരെ പാര പണിതിട്ട് ഇപ്പം വന്ന് MP ഞാൻ പിന്നെ MLA ഞാൻ ചോദിക്കുന്നേക്ക് ഈ KC അല്ലേ MLA-മാരെ നിശ്ചയിച്ചത്? KCയുടെ കയ്യിലേക്ക് വരുന്ന MLA-മാരെ നിർത്തിക്കഴിഞ്ഞിട്ട് എനിക്കാണ് ഭൂരിപക്ഷം കൂടുതലെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ജനങ്ങൾ തെരുവിലിറങ്ങണം. അടുത്തത് അത് മാത്രമല്ല, പാർലമെന്റിൽ അവിടെ രാജിവെക്കണം. പാർലമെന്റിൽ രാജിവെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ മത്സരിക്കണം. പിന്നെ AD തോമസിനെ അവിടെ നിന്ന് രാജിവെപ്പിക്കുമായിരിക്കും. ആ രാജിവെപ്പിക്കുമ്പോൾ അവിടെ VD സതീശന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കണം സ്വതന്ത്രനായിട്ട്. ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം, KC അവിടെ തോപ്പിക്കണം. അങ്ങനെ വന്നാലേ ഹൈക്കമാൻഡ് ഈ പണി നിർത്തുള്ളൂ. അത് മാത്രമല്ല, ഈ MP സ്ഥാനത്ത് ഇരുന്നിട്ട് മത്സരിച്ച് ജയിക്കുന്നവർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരം വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആർത്തിയോടെ വരുന്നത് അതോടുകൂടി നിൽക്കും. ഈ പണി ഒരു പ്രാവശ്യം ടെസ്റ്റ് ഡോസ് കൊടുത്താൽ, കാരണം ഇപ്പം KCയെ തോപ്പിച്ചാൽ ഇവിടെ കേരള കോൺഗ്രസിന്റെ ഭരണം നഷ്ടമാവില്ല. അത് തോൽപ്പിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. വളരെ ക്ലിയർ ആണ്. അപ്പൊ സന്തോഷിന്റെ കടുത്ത നിലപാടാണ്. പക്ഷേ സന്തോഷിനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർ വോട്ട് ചെയ്തത് VD സതീശനാണ്. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ആ വോട്ടാണ് പല MLA-മാർക്കും തുണയായത്. കോൺഗ്രസിൻ്റെ നേതൃത്വം VD സതീശന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചവരാണ്. അപ്പോൾ അവരിലൊക്കെ ചിലർ നിരാശരാകുന്നു. ആ നിരാശയുടെ ഭാഗമാണിത്. ഈ ശശിധരൻ പിള്ള എന്തൊക്കെയോ കമൻ്റ് ഇടുന്നുണ്ട്. ശശിധരൻ പിള്ള, നമ്മൾ ഈ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇടാതിരിക്കുന്ന അങ്ങനെ പൊതുവേദിയുടെ ഒരു ഭംഗിയെ നശിപ്പിക്കരുതെന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. രാഘവൻ KV എന്നോട് പറയുന്നു, ഹൈക്കമാൻഡ് അല്ല പറഞ്ഞത്, MP-മാർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ KCക്ക് അത് ബാധകമല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. അനിൽകുമാർ KC വേണുഗോപാലിനെതിരാണ് കേട്ടോ. അനിൽകുമാർ അടിച്ച് നിരപ്പാക്കുന്നുണ്ട് KCയെ. ഓക്കെ, അപ്പോൾ അനിൽകുമാറിൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ അപമാനിക്കുന്നെന്ന് സെബീന സുൽഫി പറയുന്നു. സെബാസ്റ്റ്യൻ CAക്ക് പക്ഷേ ഇതൊക്കെ മന്ത്രിമാർ തോറ്റതെന്നൊക്കെ പറയുമ്പോൾ ചിരി വരുന്നുണ്ട്. അപ്പോൾ തോറ്റ മന്ത്രിമാർ വേറെയും ഉണ്ട് എന്ന കണക്കിലാണ്. അപ്പോൾ KC വേണുഗോപാൽ MP ആയി തന്നെ തുടരട്ടെ എന്ന് എന്നോട് അനഘ പറയുന്നു. അനഘ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അങ്ങനെ പ്ലാൻ B ഉണ്ടായിരുന്നെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് അവർ പറയുന്നു. മെഹറിൻ പറയുന്നു, നല്ല നേതാവ് VD സതീശൻ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് രൈരാര. ബൾക്കീസ് എന്നോട് VD സതീശനെ പറ്റിയാണ് പറയുന്നത്. VD സതീശൻ വരണം എന്ന അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ ഇങ്ങനെ നിറയുകയാണ്. അഖിൽ KK പറയുന്നു BJPക്ക് പിന്തുണ. ഓക്കെ, അപ്പോൾ അതാണ്. റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ റഷീദ് കൊയിലാണ്ടി, നിങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു, ജയിച്ചു. പക്ഷേ ജനവികാരം മനസ്സിലാകാതെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കം നടക്കും എന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ഒരടിസ്ഥാനവുമില്ല എന്നാണ് എനിക്ക് തുടക്കത്തിലെ പറയാനുള്ളത്. കോൺഗ്രസിന് ഒരു രീതിയുണ്ട്, ഒരു ചിട്ടവട്ടമുണ്ട്. അതിന്റെ പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും, കാരണം MLA-മാരുടെ മനസ്സറിയണം,
കേരളത്തിലെ MP-മാരുടെ മനസ്സറിയണം, മുതിർന്ന നേതാക്കളുടെ മനസ്സറിയണം, അതിനുശേഷം ഘടകകക്ഷികളുടെയും മനസ്സറിയണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും AICCക്ക് തെറ്റ് പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാലോ, ഒരു 2 തവണ പരാജയപ്പെട്ട ഒരു മുന്നണി, 2016-ലും 2021-ലും പരാജയപ്പെട്ട ഒരു മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കാൻ AICC തീരുമാനിച്ച നേതാവാണ് VD സതീശൻ. VD സതീശനോട് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അതിന്റെ അടിസ്ഥാന അദ്ദേഹം വളരെ കൃത്യമായി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കാണിച്ചു കൊടുത്ത നേതാവാണ് VD സതീശൻ. ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി പഠിച്ചുകൊണ്ട് നിയമസഭയിൽ പറയാനും അതേപോലെ പൊതുസമൂഹത്തിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും പാർട്ടിയിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്നവരെ എങ്ങനെ ശിക്ഷിക്കണമെന്നും ഒക്കെ വളരെ കൃത്യമായി ചെയ്ത VD സതീശനെ മാറ്റി നിർത്താൻ കഴിയില്ല. അത് ആരൊക്കെ എന്തൊക്കെ പറയാം, എവിടെ നിന്ന് കിട്ടി ഈ മാധ്യമങ്ങൾക്ക് 45 ആളുകളുടെ MLA സ്ഥാനത്തിന്റെ പിന്തുണയുണ്ടെന്ന് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ? കാരണം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് 2 ആളുകളോടാണ്. പിന്നെ ഒരാള് മൗനിയായി നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്? ഈ KC വേണുഗോപാൽ എന്ത് പങ്കാണ് ഈ മുന്നണിയെ ജയിച്ചു വരുന്നതിൽ പങ്കുവച്ചത് എന്നൊക്കെ AICC വിലയിരുത്തല്ലോ. രമേശ് ചെന്നിത്തല മോശക്കാരനൊന്നുമില്ല, രമേശക്കാരനും കൃത്യമായി വേണ്ട. പക്ഷെ ഇന്ന് അഭിപ്രായം വ്യക്തമാണ്, നിലപാട് വ്യക്തമാണ്. അപ്പോൾ എനിക്ക് സമയക്കുറവ് കൊണ്ടാണ്. ഏതായാലും അങ്ങ് പറഞ്ഞതുപോലെ ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. നിറയെ പേർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അജിതയുണ്ട്, AS വിഷനുണ്ട്, പിന്നെ ഫർസീലുണ്ട്, ജാഫറുണ്ട്. അഗ്ലി സോൾ പക്ഷേ എന്താണ് അഗ്ലി സോൾ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്, നല്ലൊരു പേരിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ സോൾന്നുണ്ട്. ഓക്കെ, ഫാത്തിമ ഹസീബുണ്ട്. ഇവരുടെയൊക്കെ കമൻറ്റുകൾ എനിക്ക് വായിക്കാൻ പോലും പറ്റിയില്ല. ഏതായാലും കമൻ്റ് അയക്കുന്ന എല്ലാ ആളുകളുടെയും കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അടുത്ത ദിവസം ഞാൻ ഇതൊക്കെ വായിക്കാം. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. മുന്നണിയെ നയിച്ച VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. 72% ആളുകൾ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടിലാണ്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകില്ല എന്ന് കരുതുന്നവരാണ്. അതേസമയം 72% അങ്ങനെ ചിന്തിക്കുമ്പോൾ 28% ആളുകൾ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത്തരം തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിരിക്കും. പക്ഷേ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ജനഹൃദയങ്ങളിൽ അധിക നാൾ വാഴുന്നത് എന്നുകൂടി ഓർക്കാൻ എല്ലാ പാർട്ടികളും തയ്യാറാകേണ്ട ഒരു സന്നിഗ്ധ ഘട്ടം കൂടിയാണിത്.